കഴിഞ്ഞുപോയ സർക്കാരിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 വർഷം നിങ്ങൾ ഇരുന്നിട്ട് നമ്മുടെ ഈ എന്ത് സൗകര്യമാണ് നിങ്ങൾ നമ്മൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തു തന്നതെന്നുള്ളൊരു ശക്തമായ ചോദ്യം ഞാൻ ഇവിടെ വന്ന പലരോടും ഞാൻ ചോദിക്കുകയുണ്ടായി. കാരണം ഈ 10 വർഷത്തിനിടയ്ക്ക് ഈ പുലിമുട്ടിൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുന്ന ഒരവസ്ഥ, അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ട്രെഡ്ജിങ്, വർഷാവർഷം നടക്കേണ്ട ട്രെഡ്ജിങ് 5 വർഷത്തിലോ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കലോ പോലും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ ഒരു ഭാഗത്തുണ്ടാവുന്ന കടൽ വീഴ്ചയാണ് നമ്മുടെ വള്ളങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ കടൽ ഒടിഞ്ഞ് വള്ളങ്ങളിലേക്ക് വീണിട്ടുണ്ടാകുന്ന അപകടമാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പൊ അത് കഴിഞ്ഞുപോയ സർക്കാരിന്റെ ഇവരുടെ ഒരു നിരുത്തരവാദിത്വപരമായ ഒരു രീതി കൊണ്ടാണ് നമുക്ക് അപകടം. ഇപ്പൊ വന്നവരെ നമ്മൾ അധികം കുറ്റപ്പെടുത്താം, അതായത് ഈ സാഹചര്യം അവർ കയറിയിട്ട് 3 മാസം ആവുന്നുള്ളൂ, പക്ഷെ ഇരുന്നവരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം നമുക്ക് വളരെയധികം ഉണ്ട്. കാരണം 10 വർഷം ഇരുന്നവർക്കൊന്നും ചെയ്ത്, അതായത് നമ്മളുടെ യഥാർത്ഥത്തിൽ 2026 അതായത് ഈ കഴിഞ്ഞ ആഴ്ചകൾ കേരളത്തിൽ ഉണ്ടായ ദുരന്തം അല്ലെങ്കിൽ ദുരിതം, ആ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലഡ് എന്ന് പറയുന്നത് അതിനുള്ള കാരണഭൂതനാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം, അത് മുതലപ്പൊഴിയിലെ മാത്രം പ്രശ്നമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ദുരന്തങ്ങൾ നിരന്തരം ഇങ്ങനെ ആവർത്തിക്കപ്പെടണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ള ഒരു പ്രിക്കോഷനും ഒരു കാര്യക്ഷമമായ ഇടപെടലുകളും പിണറായി വിജയൻ നടത്തിയില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ 2018 ഒരു പ്രളയം, അതൊരു മഹാപ്രളയമായിരുന്നല്ലോ. കേരളം കണ്ട, അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രളയം. ആ പ്രളയത്തിന് ശേഷം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ വന്നതോടുകൂടിയാണ് ഈ പറയുന്ന വീണ്ടും ഈ ചെറിയ രീതിയിലാണെങ്കിൽ പോലും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷങ്ങളും മറ്റുള്ളതും ഉണ്ടാകുന്നത്. ഇപ്പം ഈ മുതലപ്പൊഴിയിലെ കേസ് എന്ന് പറയുന്നത് ഇപ്പം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പോലും പല രീതിയിലുള്ള സമരങ്ങൾ പോലും നടന്ന ഒരു ഇടമാണ്. എന്നിട്ട് പോലും അവിടെ വേണ്ട രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പോലും നടത്തിയില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. കഴിഞ്ഞ 10 വർഷക്കാലം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കേരളത്തെ പിന്നോട്ടടിക്കുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും PR വർക്കുകൾ മാത്രം നിറഞ്ഞ, ചില കണ്ണിൽ പൊടിയിടൽ പരിപാടികൾ മാത്രം നിറഞ്ഞ ചില പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു പിണറായി വിജയൻ്റെതായിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു സമഗ്ര മാറ്റത്തിന്, സുരക്ഷയ്ക്ക്, വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതികളും പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് കേരളം കഴിഞ്ഞ 10 വർഷക്കാലം യഥാർത്ഥത്തിൽ മറ്റാരെങ്കിലുമായിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ സ്ഥാനത്തിന് വേറൊരു മുഖ്യമന്ത്രി ആയിരുന്നാലും ചിലപ്പോൾ നടക്കുമായിരുന്നു. പിണറായി വിജയൻ ആകെ ചിന്തിച്ചത് വികസിപ്പിക്കണമെന്നും സുരക്ഷിതമാക്കണമെന്നും ഒക്കെ ചിന്തിച്ചത് മക്കൾ വീണയുടെയും വിവേകിൻ്റെയും പിന്നെ ഭാര്യ കമലയുടെയും കാര്യം മാത്രമാണ്. അപ്പോൾ ആ ചിന്തയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കേരളത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന 2018 പ്രളയത്തിന് ശേഷം കേരളം കാണേണ്ടിയിരുന്ന ഒരു വലിയ ക്ലീനിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഈ മാലിന്യ നിർമ്മാർജ്ജനം, അല്ലെങ്കിൽ വന്നുകൂടി അടിഞ്ഞ ചെളികൾ അല്ലെങ്കിൽ മണ്ണ്, മണൽ പോലെയുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു പ്രോസസ്സിങ് നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. ഇപ്പം ഈ മുതലപ്പൊഴിയിലെ പ്രശ്നവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2018 ശേഷം ഈ മുതലപ്പൊഴിയിലെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം മുതലപ്പൊഴിയിലെ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പം ഇന്ന് ഈ മുതലപ്പൊഴിയിൽ സ്കൂബ ഡൈവിങ്ങിൻ്റെ ചില ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിലിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ അപകടം നടക്കുന്ന ആ ഒരു മേഖലയിൽ അവിടെ സ്കൂബ ഡൈവിങ് പോലും നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടിയ ഒരു ഇടമാണ്, അല്ലെങ്കിൽ മണ്ണ് ഒക്കെ അടിഞ്ഞുകൂടിയ ഒരു ഇടമാണ് ഈ മുതലപ്പൊഴിയിലെ ആ ഏരിയ എന്ന് പറയുന്നത്. അത് ഡ്രഡ്ജിങ് നടത്തി നീക്കം ചെയ്യേണ്ടതിന് പകരം പിണറായി വിജയൻ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് മുതലപ്പൊഴിയിലെ മാത്രം പ്രശ്നമല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ നദികളിലും, പ്രധാനപ്പെട്ട നദികളിൽ
അതുപോലെ നദികൾ സംഗമിക്കുന്ന ഈ കടൽ മായിട്ട് സംഗമിക്കുന്ന മേഖലകളിൽ ഒക്കെ ഇത്തരത്തിലുള്ള വലിയ കൂമ്പാരം ടൺ കണക്കിന് മണ്ണും മണലും ചളിയും മറ്റുള്ള മാലിന്യങ്ങളും ഒക്കെ വന്നടിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന വെള്ളത്തിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഒരല്പം മഴ പെയ്താൽ വെള്ളം ഫ്ലോ തടസ്സപ്പെട്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ 2018 പ്രളയത്തിന് ശേഷം ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 2019 പ്രളയവും അത് കഴിഞ്ഞുണ്ടായിരുന്ന ഈ വെള്ളം കയറലും ഒക്കെ ഒഴിവാക്കാമായിരുന്നു. ഒരു പരിധിവരെ ഒരു 10-60% ഈ പറയുന്ന 2018 ശേഷം ഉണ്ടായ പ്രളയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2018 ശേഷം ഉണ്ടായ പ്രളയങ്ങൾ എന്ന് പറയുന്നത് വെള്ളം കയറലാണ്. ആ വെള്ളം കയറാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഫ്ലോ തടസ്സപ്പെട്ടിട്ട് ഈ വെള്ളം മറ്റു പല നാനാ ദിക്കുകളിലേക്കും വ്യാപിച്ച് പടർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ അതിനുള്ള എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഈ കാരണഭൂതനാണ്. ഏത് കാരണഭൂതൻ? ആ കാരണഭൂതൻ തന്നെ. പാട്ടുപാടിയില്ല നമ്മളെ തിരുവാതിര പാട്ട് എഴുതിയില്ലേ കാരണഭൂതനെ കുറിച്ച്? ആ കാരണഭൂതനാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അക്ഷരാർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പദ്ധതി പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു നെറികെട്ട ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. മനസ്സിലായില്ലേ? സ്വാഭാവിക വികസനങ്ങൾ നടത്താൻ പിണറായി വിജയൻ വേണ്ട. അത് എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതാ. അതിനെല്ലാം പിണറായി വിജയൻ്റെ ആവശ്യമില്ല. പിണറായി വിജയൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കേരളത്തിലൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്ന് പറയുന്നത്, അവിടെ സ്വാഭാവിക വികസനങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ നാടിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതില്ലാതെ പോയതാണ് ഏറ്റവും വലിയ തിരിച്ചടിയുമായത്. മനസ്സിലാക്കണം. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതാ. ഇതിപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനടക്കം ഒന്നടങ്കം ഒരു ബോധമുണ്ടായിരിക്കുന്നു എന്നുള്ളതാ. ആ ബോധ്യങ്ങളാണത്. കാരണം ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ കേരളം നേരിട്ട എല്ലാ പ്രതിസന്ധികൾക്കും കാരണം പിണറായി വിജയനാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്താ? ഒരു ദുരന്തം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഒരു ദുരിതം ഉണ്ടാകരുത് എന്നല്ല. ദുരന്തങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടണമെന്നുള്ളതാണ്. അപ്പോഴേ പിരിവെടുത്ത് കൈയിട്ട് വാരാൻ കഴിയുമായിരുന്നുള്ളൂ. അതായിരുന്നു ചിന്ത. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ നിരീശ്വരവാദിയാണ്, ഭൗതികവാദിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളൊന്നുമില്ല. മൂപ്പരെല്ലാ ദിവസവും ചിന്തിക്കുന്നത് എന്താ? എങ്ങനെ കൈയിട്ട് വാരാം. കാരണം പണം എന്ന് പറഞ്ഞാൽ മൂപ്പര കാര്യത്തിൽ ഏത് പൈസ വന്നാലും എവിടെ സ്വർണം കണ്ടാലും ഇത് ഇങ്ങനെ തനിക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ് ചിന്ത. അങ്ങനെയാണല്ലോ അയ്യൻ്റെ സ്വർണം കൊള്ളയടിച്ചത്. ആ രീതിയിലാണ്. സ്വർണം മാത്രമല്ല, ശബരിമലയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം വേണ്ടോ ആ 2018 ശേഷം പ്രളയമുണ്ടായി, 2019 വീണ്ടും ഉണ്ടായി. അതിനുശേഷമെങ്കിലും ഒരു എഫക്റ്റീവായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കേരളം പോകില്ലായിരുന്നു എന്നുള്ളത്. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു ദിവസം മഴ പെയ്താൽ മതി, വെള്ളം പൊങ്ങി. 2 മണിക്കൂർ മഴ നിൽക്കാതെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറി എല്ലായിടത്തും. കാരണം എന്താ? കാരണം ഈ നാച്ചുറൽ ഫ്ലോ നടക്കുന്നില്ല. എല്ലായിടത്തും ഈ പറയുന്ന പുഴകളുടെ, നദികളുടെ ആഴം വളരെ കുറഞ്ഞിരിക്കുന്നു. ആഴം കുറഞ്ഞതുകൊണ്ട് തന്നെ മണ്ണ് വന്ന് അടിഞ്ഞ് ഒരു കുറച്ച് വെള്ളം ഫോഴ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ഫ്ലോ കിട്ടാതെ അത് നാനാഭാഗത്തേക്കും ഇങ്ങനെ പരന്ന് കയറുകയാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഞാനിത് പറഞ്ഞതാ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേരളം നേരിട്ട ദുരന്തത്തിനും ദുരിതത്തിനും കാരണക്കാരൻ ഈ കാരണഭൂതനാണ് എന്നുള്ളത്. അതിപ്പോൾ ഈ പറയുന്ന ദുരിതങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. കേരളത്തിലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അതിനിപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും ശരി, തൊഴിലില്ലായ്മയിലാണെങ്കിലും ശരി, എന്തൊരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിനെയൊക്കെ തനിക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, തൻ്റെ പോക്കറ്റ് നിറക്കാൻ, മക്കളെ സുരക്ഷിതരാക്കാൻ വേണ്ടി ഇതിനൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മലിനീകരണ കൺട്രോൾ ബോർഡ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു?
ഈ പറയുന്ന കെ ശൈലജയുടെ കയ്യിൽ നിന്ന് ഈ മലിനീകരണ കൺട്രോൾ ബോർഡിൻ്റെ അധികാരം പിണറായി വിജയൻ പിടിച്ചു വാങ്ങുകയാണ്. പിടിച്ചു വാങ്ങി അത് തൻ്റെ കൈക്കലാക്കി തൻ്റെ വകുപ്പാക്കി മാറ്റിയതിന് ശേഷമാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് മാസപ്പടികൾ വരാൻ തുടങ്ങിയത്. അപ്പം ഈ ദുരന്തങ്ങൾ മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം, അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയന് പകരം ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും കേരളം ഒരുപാടധികം ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാകുമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം അക്ഷരാർത്ഥത്തിൽ കേരളം പിന്നോട്ട് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, ഒരുപക്ഷെ ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരിക്കാം, ഒരു പാർട്ടി പ്രവർത്തകനായിരിക്കാം. എന്നതിനപ്പുറം അയാൾ നല്ലൊരു നേതാവാകാൻ യോഗ്യതയില്ലാത്തവനാണ്. ഒന്നാമത്തെ പിണറായി വിജയൻ്റെ ഏറ്റവും ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്, വിവരം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. വിവരമില്ലെങ്കിലും ചിലപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആളുകൾ ചില വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് കൂടെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കൂടെ നിൽക്കുന്നവരൊക്കെ ആ വിവരമില്ലാത്ത പിണറായി വിജയനെ മാക്സിമം തങ്ങൾക്ക് വേണ്ടി, പിണറായി വിജയൻ ഭരണത്തെ തൻ്റെ മക്കൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തപ്പോൾ കൂടെയുള്ള ആളുകൾ പിണറായി വിജയനെ തങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു. സ്തുതിപാഠകരും കുഴലൂത്തുകാരുമായിട്ടുള്ള ഒരു വലിയ സംഘത്തിന് നടുവിൽ പിണറായി വിജയൻ അജയ്യനായിട്ട് ഇങ്ങനെ, അതായിരുന്നു ചിന്ത. ഞാൻ പിണറായി വിജയൻ്റെ ചിന്താഗതിയാണ് പറയുന്നത്. അങ്ങനെ ഞാനെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്രയധികം പിന്നോട്ടടിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്.